ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് കോഡിലെ ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സഭയിൽ കഴിഞ്ഞ 52 വർഷങ്ങളായി ഒരു സഭാ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം കൃപ തന്നു. ഏകദേശം 30 വർഷങ്ങൾ ഈ സഭയുടെ സ്റ്റേറ്റ് യുവജന സംഘടനയിലും സഭയുടെ സ്റ്റേറ്റ് പ്രവർത്തനങ്ങളിലും വിവിധ ചുമതലകൾ വഹിച്ചുകൊണ്ട് നേതൃത്വത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും എല്ലാവിധമായ സപ്പോർട്ടും എനിക്ക് അനുഗ്രഹമായിരുന്നു. ആയതിൽ നിങ്ങളെല്ലാവരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് കോഡിലെ ബഹുമാനരായ എല്ലാ ദൈവദാസന്മാരോടും എല്ലാ ദൈവമക്കളോടും എനിക്ക് സ്നേഹവും ആദരവും ബഹുമാനവുമാണ്. എന്നാൽ ചില ആശയങ്ങളോട് ചിലരുടെ നിലപാടുകളോട് യോജിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ദൈവവചനത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും നിരക്കാത്ത കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. IPC ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കേരള സ്റ്റേറ്റ് കൗൺസിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ 3 വർഷം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാനിടയായി. ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ ഒടുവിൽ കാലാവധി പൂർത്തിയായി. എന്നാൽ നമ്മുടെ ഭരണഘടനയനുസരിച്ച് കാലാവധി പൂർത്തിയായാലും അടുത്ത ഭരണസമിതിയെ തിരഞ്ഞെടുത്ത് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരെ നിലവിലുള്ള കൗൺസിൽ തുടരുമെന്നാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കൗൺസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിയമാനുസൃതമുള്ള ഒരു കൗൺസിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നവംബർ മാസം 18-ാം തീയതി IPC കേരള സ്റ്റേറ്റ് കൗൺസിലും പ്രസ്ബിറ്ററിയും കുമ്പനാട് കൗൺസിൽ ഓഫീസിൽ കൂടുവാൻ ദൈവം സഹായിച്ചു. കൗൺസിലും പ്രസ്ബിറ്ററിക്കും നിയമപ്രകാരമുള്ള കോറത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. അവിടെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എല്ലാം നിയമാനുസൃതമായതുകൊണ്ട്, നമ്മുടെ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതമായതുകൊണ്ട് അതെല്ലാം നടപ്പിൽ വരുത്തുവാനുള്ള തീരുമാനത്തിലാണ് കൗൺസിലും പ്രസ്ബിറ്ററിയുമായിരിക്കുന്നത് എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. സുപ്രധാനമായി എടുത്ത 1-2 തീരുമാനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനമായി എടുത്തിരിക്കുന്ന തീരുമാനം, ദൈവരോധിച്ച നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് 2026 മാർച്ച് മാസം 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് എബ്രോൻപുരത്ത് വെച്ച് നടത്തുക എന്നുള്ളതാണ് പ്രധാന തീരുമാനം. അന്ന് അവിടെ വെച്ച് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയ ജനറൽ ബോഡി നിയോജക മണ്ഡലങ്ങളിലേക്ക് തുടർന്നുകൊണ്ടിരിക്കും. നിയോജക മണ്ഡലങ്ങളിൽ വെച്ച് ഇലക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കും. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ വോട്ടെണ്ണൽ നടത്തി വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് നമ്മുടെ ഇലക്ഷൻ 2-3 പ്രാവശ്യം നടത്തിയിട്ടുള്ള പരിചയസമ്പന്നനായ ബ്രദർ ജോൺ തോമസ് അവറുകളെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം 4 റിട്ടേണിംഗ് ഓഫീസർമാരെ കൂടെ നിയമിച്ചിട്ടുണ്ട്. 5 അംഗങ്ങളുള്ള ഒരു കമ്മീഷനാണ് ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇലക്ഷൻ്റെ ജനറൽ ബോഡിയുടെ നോട്ടീസ് വർത്തമാന പത്രത്തിൽ, മംഗളം പത്രത്തിൽ അതിൻ്റെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷണർമാർ വിജ്ഞാപനം അവരെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഏവരെയും അറിയിച്ചുകൊള്ളുകയാണ്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ബോർഡിൻ്റെ
രജിസ്ട്രാർ അംഗീകരിച്ചിരിക്കുന്ന ഭരണഘടന ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കൗൺസിലിൽ നിന്ന് അപേക്ഷ കൊടുത്തിരുന്നു. അതനുസരിച്ച് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പേപ്പർ ഉള്ള ആ പേപ്പറിൽ എല്ലാ പേജുകളിലും സീൽ വെച്ച് ഒപ്പിട്ട് തന്നിരിക്കുന്ന ഒരു സർട്ടിഫൈഡ് ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ചാണ് ഇലക്ഷൻ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2023, 24, 25 വർഷങ്ങളിലെ മെമ്പർഷിപ്പ് പുതുക്കിയവർ, സഭകളുടെ മെമ്പർഷിപ്പ് പുതുക്കിയവർക്ക് മാത്രമേ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുവാനോ വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാനോ അനുവാദം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ഒരംഗത്തിന് 5 രൂപയാണ് അംഗത്വ ഫീസ്. ഒരു സഭ രജിസ്റ്റർ ചെയ്യാൻ 100 രൂപയാണ് ഫീസ്. ഈ 3 വർഷത്തെ അംഗത്വ ഫീസും സഭാ രജിസ്ട്രേഷൻ ഫീസും കളക്ട് ചെയ്ത് ലോക്കൽ സഭയുടെ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ സെൻട്രൽ സെക്രട്ടറിമാരോ കളക്ട് ചെയ്ത് ആ പണം നേരിട്ട് കുമ്പനാട് ഓഫീസിൽ കൊടുത്ത് ആ രസീത് നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. നമ്മുടെ വെബ് പോർട്ടൽ സംവിധാനം ഇപ്പോൾ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലല്ല. അതുപോലെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരിട്ട് പണമായിട്ട് ഓഫീസിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്ന തുക അടയ്ക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്ന റിപ്പോർട്ട് വഴി ആരും അടയ്ക്കരുതെന്ന് നിങ്ങളെ പ്രത്യേകം അറിയിച്ചുകൊള്ളുകയാണ്. രജിസ്റ്റർ ചെയ്ത സഭകളുടെ പ്രതിനിധി ലിസ്റ്റ് മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവർക്ക് മാത്രമേ ഇലക്ഷനിൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ളൂ എന്നുള്ള കാര്യം കൂടെ അറിയിച്ചുകൊള്ളുന്നു. ലോക്കൽ സഭകൾക്കും നേരിട്ട് അംഗത്വം ഫീസ് അടയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിച്ചുകൊള്ളുകയാണ്. നിയമാനുസൃതം ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കൗൺസിൽ നിലവിലുള്ളപ്പോൾ സമാന്തരമായി ജനറൽ ബോഡി കൂടി വോട്ടിട്ട് തിരഞ്ഞെടുക്കേണ്ട സമിതിയാണ് കേരള സ്റ്റേറ്റ് കൗൺസിൽ. നമുക്കറിയാം, ആ കൗൺസിലാണ് സഭയുടെ ഭരണം നടത്തേണ്ടത് എന്ന് ഭരണഘടനയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പോയിന്റ് ചെയ്യുക, കൗൺസിൽ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടോ ഭാരവാഹികളെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടോ ഉള്ള തീരുമാനങ്ങൾ ആരെങ്കിലും അറിയിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതാരും അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സമിതികൾ നിയമത്തിന് മുമ്പിൽ കുറ്റക്കാരായി തീരും. അങ്ങനെയുള്ള സമിതികൾ അധികനാൾ നിൽക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ച കൂടിന് നമ്മളൊരു സൊസൈറ്റി കൂടി ആയതുകൊണ്ട് ഒരു ഭരണഘടന നമുക്കുണ്ട്. ബൈബിളും ഈ സൊസൈറ്റിയുടെ ഭരണഘടനയും അനുസരിച്ചാണ് നമ്മുടെ സഭ മുമ്പോട്ട് പോകേണ്ടത്. ഈ ഭരണഘടന ഐപിഎസുള്ള സകല ദൈവദാസന്മാരും ദൈവജനങ്ങളും അംഗീകരിക്കുവാനും അത് പാലിക്കുവാനും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ ബൈബിളിന് വിരുദ്ധമായോ ഏതൊരു തീരുമാനങ്ങൾ ആരെടുത്താലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല എന്നും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ജനറൽ ബോഡി കൂടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാരവാഹികളുടെ മേൽ നിസ്സാരമായി കുറ്റം ചുമത്തിക്കൊണ്ട് ഏത് നടപടിയെടുത്താലും അത് കൗൺസിൽ അംഗീകരിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം കൊണ്ട് എല്ലാവരെയും അറിയിച്ചുകൊള്ളുകയാണ്. നമ്മുടെ സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ചില വാർത്തകളും പ്രചരണങ്ങളും വിവിധ മാധ്യമങ്ങളിൽ കൂടെ പുറത്തു വരുന്നതായിട്ട് അറിയുന്നുണ്ട്.
ആ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നോട് അറിയിക്കുക. രണ്ടാമത് എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം ദൈവദാസന്മാരുടെ 2026 ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള തീരുമാനമാണ്. ആ തീരുമാനം സംബന്ധിച്ചുള്ള കത്തുകൾ സഭയ്ക്ക് ലഭിക്കുന്നതാണ്. ആ കത്തുകൾ വായിച്ച് അതിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ട്രാൻസ്ഫറിൻ്റെ ഫോറം പൂരിപ്പിച്ച് ഓഫീസിൽ നിങ്ങൾ എത്തിക്കണം എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മുടെ സഭയെ നിലനിർത്തി ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാതാള ഗോപുര ശക്തികൾ അതിശക്തമായ സഭയ്ക്കെതിരായി പോരാടുന്നുണ്ടെങ്കിലും ഞാൻ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്നിടത്തോളം സഭയെ ജയിക്കത്തില്ല. ഒരു പാതാള ഗോപുര ശക്തികൾ ജയിക്കത്തില്ല. നാം ഒരുമിച്ച് വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ സഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന അതേ മഹത്വത്തിനെയൊക്കെ നമ്മുടെ സഭയെ ദൈവം എത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ എൻ്റെ ഹൃദയത്തിലുണ്ട്. സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളും ദൈവദാസന്മാരും നമ്മുടെ സഭയിലുള്ളതുകൊണ്ട് നമ്മുടെ സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർവാധികം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് പോകുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.